ശിവപ്രസാദം ജ്യോതിഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്ന വിഷയം എന്ന് വെച്ചാൽ വീട് വയ്ക്കാൻ യോഗമുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയാണ്. അതായത് ഈ 2024 അവർക്ക് ഉറപ്പായിട്ടും വീട് വയ്ക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഫ്ലാറ്റ് മേടിക്കാനാണെങ്കിലും വാടകയ്ക്കൊക്കെ താമസിക്കുകയാണെങ്കിൽ സ്വന്തമായിട്ട് സ്ഥലം മേടിച്ചൊരു വീട് വയ്ക്കാനും അവർക്ക് യോഗമുള്ള ചില നക്ഷത്രക്കാരെ പറ്റിയും അവർ എന്തൊക്കെ അനുഷ്ഠിക്കണമെന്നും അവർ ജപിക്കേണ്ട മന്ത്രങ്ങളെ പറ്റിയും ഒക്കെയാണ് ഇന്ന് നമ്മളിവിടെ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അതായത് വീട് എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. സ്വന്തമായിട്ട് തലചായ്ക്കാൻ നമുക്കൊരു സ്വന്തമായിട്ടൊരു ഭവനം, അത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണ്. അത് ചിലർക്കാണെങ്കിൽ എത്ര കാശുണ്ടെങ്കിലും അവരെത്ര അതിനു വേണ്ടി ട്രൈ ചെയ്താലും അവർക്കതിന് സാധിക്കില്ല. കാര്യം നമ്മുടെ ഗ്രഹങ്ങളിൽ നമുക്ക് തന്നെ ഒരു യോഗം വേണം. അങ്ങനെ എല്ലാവർക്കും യോഗം ഉണ്ടാവും, അത് ഓരോ സമയത്തിനായിരിക്കും. അങ്ങനെ നല്ല സമയം വരുന്ന ചില നക്ഷത്രക്കാരെ പറ്റി ഇതിൽ പറയുന്നുണ്ട്. അവർ കൂടുതൽ പ്രാർത്ഥനയോടെയും നല്ല വ്രതത്തിലൂടെയൊക്കെ ഇരുന്നാൽ അവർക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഫലം ഉണ്ടാകുന്നതാണ്. പിന്നെ നമ്മൾ വ്രതവും പ്രാർത്ഥനയും മാത്രം പോരാ, അതിനായിട്ട് നമുക്കൊരു ഒരു വീട് വയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹവും അതിനായിട്ടൊരു കരുതലും നമ്മുടെ കയ്യിലും ഉണ്ടാവണം. അതിന് പറ്റിയ നക്ഷത്രങ്ങളെന്ന് പറയുന്നത്, അതിന് നമ്മൾ ഈ 2024 യോഗം കൂടുതലുള്ള നക്ഷത്രങ്ങൾ, അതായത് എല്ലാ നക്ഷത്രക്കാർക്കും അതിനുള്ള യോഗമുണ്ട്. അതിൽ യോഗം കൂടുതലുള്ള നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് അശ്വതി, തിരുവോണം, മകയിരം, ഉത്രം, പൂരം, തൃക്കേട്ട, ചോതി എന്നിവയാണ് ആ നക്ഷത്രങ്ങൾ. ഇതിപ്പോൾ ചെയ്യണമെങ്കിൽ, അതായത് ഇവർക്ക് ചിലപ്പോൾ ഒരു കൊച്ചു വീടുണ്ടായിരിക്കും, പക്ഷെ അവർക്കൊരു പെട്ടെന്ന് തന്നെ ഒരു കൊട്ടാരം പോലുള്ള വീട് വയ്ക്കാനും ഒക്കെ അവർക്കൊരു യോഗം ഈ 2024 അവർക്കുണ്ട്. അതിന് അവർ കൂടുതൽ അനുഷ്ഠാനങ്ങളും കൂടെ ചെയ്യുക. അതായത് വെള്ളിയാഴ്ച ദിവസം രാവിലെ ഉണർന്ന് നമ്മൾ സ്നാനം കഴിഞ്ഞ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക. വിളക്ക് വെച്ച് വീട്ടിൽ പ്രാർത്ഥിച്ചാലും മതി ഈ മന്ത്രം. അതായത് ഭദ്രകാളി ദേവിയുടെ മന്ത്രമാണ്. അത് നമുക്കിപ്പോൾ അടുത്ത് ഭദ്രകാളി ക്ഷേത്രം ഉണ്ടെങ്കിൽ നമുക്കവിടെ പോകാം. അവിടെ പോയിട്ട് ദേവിക്ക് നമ്മുടെ വീട്ടിലെ ഗൃഹനാഥൻ്റെ പേരിൽ രക്തപുഷ്പാഞ്ജലി അവിടെ ദേവിക്ക് വേണ്ടി നടത്താം. ദേവിക്ക് അവിടെ നടത്തിയതിന് ശേഷം നമുക്ക് ദേവിയുടെ തിരുനടയിൽ നിന്ന് ദേവിയോട് നമുക്ക് ഈ മന്ത്രം പ്രാർത്ഥിക്കാം. അതല്ല നമുക്കിപ്പോൾ അമ്പലത്തിൽ പോകാൻ പറ്റാത്ത സാഹചര്യമാണെങ്കിൽ അതിന് വിഷമിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ വിളക്ക് വെച്ചിട്ട് വെള്ളിയാഴ്ച ദിവസം രാവിലെ തന്നെ വിളക്ക് വെച്ചിട്ട് നമ്മൾ വീട്ടിൽ തന്നെ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. മന്ത്രം ഇതാണ്: ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഓം രുദ്രസുതായ വിദ്മഹേ ശൂലഹസ്തായ ധീമഹി തന്നോ കാളി പ്രചോദയാത്. ഈ മന്ത്രം നിങ്ങൾ ഒരു 3 പ്രാവശ്യം ജപിക്കുക. ഇത് എത്ര വെള്ളിയാഴ്ച ജപിക്കണമെന്ന് വെച്ചാൽ, ഇത് കണ്ടിന്യൂ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു 7 വെള്ളിയാഴ്ച നിങ്ങൾ കണ്ടിന്യൂ ചെയ്ത്, അതായത് തുടരുക. അങ്ങനെ 7 വെള്ളിയാഴ്ചക്കകം ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദേവി തരുന്നതാണ്. വീടില്ലാത്തവർക്കും വീട് ഉള്ളവർക്ക് അത് പുതുക്കി പണിയാനും ഫ്ലാറ്റുകളൊക്കെ മേടിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് വാങ്ങാനും ഒക്കെ യോഗം വരുന്നതാണ്. എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകും.